ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാഡമി എവിടെയാണ്? ഏഴിമല. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് ആര്? പീറ്റർ ബൈറൻസൺ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രിക്കറ്റ് പിച്ചിന്റെ നീളം എത്ര? 20 മീറ്റർ. ലോക് സേവാ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ പ്രസിദ്ധ സാഹിത്യകാരി ആര്? കമല സുരയ്യ. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം എന്നറിയപ്പെടുന്നത് കണിക്കൊന്ന. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. മീൻ കാഫ് എന്നു പേരുള്ള ആത്മകഥ എഴുതിയത് ഹിറ്റ്ലർ. ബൈബിൾ ആദ്യമായി ഇന്ത്യയിലെ ഏത് ഭാഷയിലേക്കാണ് തർജ്ജിമ ചെയ്തത്? തമിഴ്. പേപ്പർ കറൻസി ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ചൈന. ഇന്ത്യൻ പീനൽ കോഡ് ക്രോഡീകരിച്ചത് ആരാണ്? മെക്കാളെ പ്രഭു. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. കവിത ചാട്ടവാറാക്കിയ കവി എന്ന് പറയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ഭരണകാലത്ത് ഒരിക്കൽ പോലും പാർലമെന്റിൽ വരാത്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. അക്ഷരജ്ഞാനമില്ലാത്ത ഒരു മുഗൾ ചക്രവർത്തി ആര്? അക്ബർ. പത്രങ്ങളില്ലാത്ത രാജ്യം ഏത്? സാംബിയ. വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി ഉയർന്നു വന്ന ഒരു ദ്വീപ് വൈപ്പിൻ ദ്വീപ്. ചരിത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഹെറഡോട്ടസ്. ബക്തിയാർ ഖിൽജി ആരുടെ സേനാനായകനായിരുന്നു? മുഹമ്മദ് ഗോറി. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ. ശാരദ ആക്ട് എന്ത് നിരോധിക്കാൻ വേണ്ടിയായിരുന്നു? ശൈശവ വിവാഹം. 1930 ഇറങ്ങിയ സാവിത്രി എന്ന സിനിമയിലെ നാരദവേഷം ചെയ്തത് ആര്? MS സുബ്ബലക്ഷ്മി. ഇന്ത്യയിൽ പിൻകോഡ് നിലവിൽ വന്ന വർഷം 1972 ഓഗസ്റ്റ് 15. എൻ്റെ ചരിത്രാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം എഴുതിയത് ആര്? OV വിജയൻ. വെയിൽസ് രാജകുമാരന് പട്ടും വളയും സമ്മാനിച്ച മലയാള കവി കുമാരനാശാൻ. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത്? ഹീബ്രു. ആരുടെ സ്മരണക്കാണ് ഇന്ത്യ 45 രൂപയുടെ തപാൽ സ്റ്റാമ്പ് ഇറക്കിയത്? മദർ തെരേസ. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? കുഷ്ഠം. ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 14. കേരളത്തിൽ ചെറിയ മക്ക എന്ന് അറിയപ്പെടുന്നത് പൊന്നാനി. കേരളത്തിലെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം 140. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചത് മാതാ അമൃതാനന്ദമയി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന്? മീററ്റ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആന്റണി. രവീന്ദ്രനാഥ് ടാഗോർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുരുദേവ്. ധനകാര്യ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ട്? 5. അശോക സ്തംഭത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട്? 4. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഏറ്റവും അവസാനമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഒഡിയ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ജിമ്മി ജോർജ് കാർ അപകടത്തിൽ മരിച്ചത് എവിടെ വെച്ച്? ഇറ്റലി. കേരളത്തിൽ ആദ്യമായി ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 1991. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനി. കേരളത്തിൽ നിന്ന് ആദ്യമായി പരംവീർ ചക്രം ലഭിച്ചത് ആർക്കാണ്? മേജർ പരമേശ്വരൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന തീവണ്ടി വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച സ്പീക്കർ AC ജോസ്. ഇന്ത്യയിൽ ആദ്യമായി അന്ധന്മാർക്ക് വേണ്ടി ബ്രെയിലി ഞായറാഴ്ച പതിപ്പ് ഇറക്കിയ പത്രം
കേസരി. തപാൽ സ്റ്റാമ്പുകളിൽ പേരുവെക്കാത്ത ഒരു രാജ്യം. ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. വത്തിക്കാൻ. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. അമേരിക്ക ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബ് ലിറ്റിൽ ബോയ്. പഗോഡകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ബർമ്മ. മ്യാൻമാർ എന്ന രാജ്യത്തിൻ്റെ പഴയ പേര് ബർമ്മ. സേജ് ഗൊത്താർഡ് ഭൂഗർഭപാത എവിടെയാണ്? സ്വിസ് ആർവിൽ. പാരീസ് ഏത് നദിയുടെ തീരത്താണ്? സെയ്സൺ.